ധാരാളം യാത്രകളൊക്കെ നടത്തുന്ന ടൈപ്പാണ്, ഇഷ്ടമാണ്. ഒത്തിരി ഗ്രൂപ്പിൻ്റെ കൂടെ പല ദിക്കിലും ടൂർ പോയിട്ടുണ്ടെങ്കിലും മോക്ഷ ഗ്രൂപ്പിൻ്റെ കൂടെ ഞങ്ങൾ ഇപ്പം 2025 ഫെബ്രുവരിയിലാണ് ആദ്യമായിട്ട് യാത്ര ചെയ്തത്. അതിന് പ്രേരിപ്പിച്ചൊരു കാര്യം കൂടിയുണ്ട്. കാരണം ഞങ്ങൾ ഇതുപോലെ ഒരു അമ്പലത്തിൽ നാരായണീയം പാരായണം കഴിഞ്ഞ് വരുമ്പോൾ അതിലെ ഉണ്ടായിരുന്ന ഒരു ചേച്ചിയാണ് പറഞ്ഞത്, രാജേശ്വരി ഇങ്ങനെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു തിരുവനന്തപുരത്ത് മോക്ഷ ഗ്രൂപ്പിൻ്റെ കൂടെ. മോചിത തന്നെ അവിടെ വീടിൻ്റെ മുകളിൽ അവരുടെ ഹോം സ്റ്റേ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇതായിട്ട് പോയത് വളരെ കെയർ ആയിരുന്നു. അങ്ങനെ ട്രിവാൻഡ്രം കന്യാകുമാരിയൊക്കെ പോയിട്ട് വന്നു. വലിയൊരു ആഗ്രഹമായിരുന്നു അവരുടെ. അപ്പോൾ അത് കേട്ടപ്പോഴാണ് നമ്മളിത് അറിയുന്നത്. മോക്ഷയെക്കുറിച്ച് നമ്മളിങ്ങനെ മാമിൻ്റെ ഒരുപാട് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. പോകാനുള്ളൊരു അവസരം നമുക്ക് ഒരിക്കലും കിട്ടിയിട്ടില്ല. അപ്പോൾ ആ ചേച്ചി അപ്പോൾ പറഞ്ഞു, വൃന്ദാവനത്തിൻ്റെ ഒരു ലിങ്ക് ഇട്ടിട്ടുണ്ട് രാജശ്രീ, പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ പോകുന്നു. അപ്പം ഞാൻ പറഞ്ഞു, നല്ല കാര്യം. അപ്പോൾ ഇതിനു മുൻപ് ദ്വാരക വേറെ ഗ്രൂപ്പിൻ്റെ കൂടെ പോയതാണ്. അപ്പം നമുക്ക് അങ്ങനെ അത്ര അങ്ങോട്ട് ഒരു നമുക്ക് എക്സ്പ്ലനേഷൻസ് അങ്ങനെയൊന്നും ഇല്ല, കുറ്റം പറയുകയല്ല. എന്നാലും നമുക്കങ്ങ് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ട്. നമ്മൾ ചുമ്മാ പോവാൻ മൂർത്തിയെ തൊഴുക വരിക എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. ഇവർ പറഞ്ഞപ്പോഴാണ് അപ്പോൾ തന്നെ ഞങ്ങൾ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് ഡേ തന്നെ നമ്മൾ ബുക്ക് ചെയ്യുക ചെയ്തത്. പിന്നെ അതിനുശേഷമുള്ള അനുഭവങ്ങളെന്ന് പറഞ്ഞാൽ എല്ലാം അപ്ഡേറ്റ് ചെയ്ത് നമുക്ക് പോകുന്നതിന് മുന്നേ സൂം മീറ്റ് വെച്ച് നമുക്ക് എന്തൊക്കെ സംശയങ്ങളുണ്ടോ നമ്മുടെ സംശയങ്ങൾ മുഴുവൻ തീർത്ത്. അപ്പോൾ നമുക്ക് ഒത്തിരി ആകാംക്ഷ ഉണ്ടായിരുന്നു എങ്ങനെ ആയിരിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൊതുവെ കേരളത്തിൽ നിന്ന് വരുമ്പോൾ നമുക്ക് വേറെ സ്ഥലത്ത് പോകുമ്പോൾ ഭക്ഷണമാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ഇരിക്കും, താമസം എങ്ങനെ ഇരിക്കും, ഒരു ഐഡിയയും ഇല്ലായിരുന്നു. അപ്പോൾ ചെന്ന് കഴിയുമ്പോഴാണ് നമ്മൾ അറിയുന്നത് വൺ ഓഫ് ദി ബെസ്റ്റ് ഹോട്ടൽസ്. അവിടുത്തെ ഏത് പോകുന്ന സ്ഥലത്താണെങ്കിലും അവിടുത്തെ ബെസ്റ്റ് ഹോട്ടലിലായിരിക്കും നമുക്ക് അക്കോമഡേഷൻ. മാക്സിമം നമുക്ക് മൂവ് ചെയ്യാത്ത വിധത്തിൽ അവിടെ തന്നെ നിന്നുകൊണ്ടാണ് വൃന്ദാവനം നമ്മൾ 9 ദിവസം നമ്മൾ പോയത്. അപ്പോൾ നമുക്ക് ദ്വാരകയിൽ പോയി കഴിഞ്ഞപ്പോൾ മനസ്സിൽ മോഹം ഉണ്ടായിരുന്നു, ഇതുപോലെ വൃന്ദാവനം ഭഗവാന്റെ ബാല്യലീലകളൊക്കെ കാണണം എന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് നമുക്ക് ആദ്യമായിട്ടൊരു വഴി ഒരുക്കി തന്നത് ഭഗവാൻ മോക്ഷയിലൂടെയാണ്. അപ്പോഴാണ് മോചിത മാമിനെ കുറിച്ചൊക്കെ നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ടെന്നല്ലാതെ എങ്ങനെയാണെന്നോ എന്താണെന്നോ ഒന്നും അറിയില്ല. പക്ഷേ അനുഭവിച്ചിടത്തോളം ആ വൃന്ദാവനം യാത്രയിൽ തന്നെ ഓരോ സ്ഥലവും നമുക്ക് എന്താണ് അതിൻ്റെ പ്രാധാന്യമെന്നും എങ്ങനെ അവിടെ വന്നു എന്നുള്ളതും മാമിൻ്റെ എക്സ്പ്ലനേഷൻ കൂടിയാണ് നമ്മൾ അറിയുന്നത്. നമ്മൾ മറ്റേ ആധ്യാത്മിക പുസ്തകങ്ങളിൽ വായിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ടുള്ള അറിവ് നമ്മളിലേക്ക് പകർന്നു തന്നത് ആ മാഡമാണ് നമുക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ആദ്യത്തെ എക്സ്പീരിയൻസിലെ മനസ്സുകൊണ്ട് തീരുമാനിച്ചു, ഇനി ഒരു യാത്രയും ആധ്യാത്മിക യാത്രയും വേറെ ആരുടെ കൂടെയും പോവില്ല, മോചിത മാമിൻ്റെ കൂടെ തന്നെ പോകുള്ളൂ എന്ന് അന്ന് തന്നെ തീരുമാനിച്ചതാണ്. അങ്ങനെ വൃന്ദാവനം യാത്ര വളരെ ഭംഗിയായി. അത് താമസിക്കുന്ന സ്ഥലമാണെന്നെങ്കിലും ഭക്ഷണമാണെങ്കിലും നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഫുഡാണ്, നമ്മൾ എന്താണോ വീട്ടിൽ നമ്മൾ കഴിക്കുന്ന ഹൈജീൻ ആണെന്നുണ്ടെങ്കിലും വളരെ ക്ലീനായിട്ട് ഒത്തിരി കെയർ ചെയ്തിട്ട് നമുക്ക് അവിടെ ആണെങ്കിൽ നമുക്ക് ഇതുപോലെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ രാവിലെ നമുക്ക് എല്ലാവരും എന്തൊക്കെ കൊണ്ടുവരണം എന്നുള്ള കാര്യങ്ങൾ, ചുക്ക് കാപ്പിയാണെന്നുണ്ടെങ്കിലും എല്ലാം നമുക്ക്. പിന്നെ അതുപോലെ ബസ്സിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളത്തിന് യാതൊരു ക്ഷാമമില്ല, വായ കഴുകാൻ വരെ വെള്ളം അവിടുന്ന് യൂസ് ചെയ്യുന്നത് പോലും നമുക്ക് പറഞ്ഞു തന്ന് നമുക്ക് വളരെ വൃത്തിയായി നമുക്ക് ആരോഗ്യത്തിന് യാതൊരു പ്രശ്നവുമില്ലാത്ത വിധത്തിൽ വളരെ ഭംഗിയായിട്ട് നമുക്ക് വൃന്ദാവനം യാത്ര നമുക്ക് അതേപോലെ തന്നെ മാമിൻ്റെ കൂടെ മാമിനെ അസിസ്റ്റ് ചെയ്യുന്ന 2 പേരുണ്ട്. വിഷ്ണു അന്ന് ആനന്ദമായിരുന്നു. വളരെ നന്നായിട്ട് ഓരോരുത്തരെയും ഇൻഡിവിജ്വൽ കെയറാണ്. നമുക്ക് ഒരാളെ പോലും മിസ് ചെയ്യാണ്ട്, ആരെങ്കിലും മിസ്സായിക്കോട്ടെ നിങ്ങൾ നടന്നോളൂ, ഞങ്ങൾ കണ്ടുപിടിച്ചോളാം, അങ്ങനെയുള്ള ഒരു ഇതിലാണ്. പിന്നെ എത്ര പേർക്ക് വേണമെങ്കിലും എത്ര പ്രാവശ്യം സംശയം ചോദിച്ചാലും പറഞ്ഞു കൊടുക്കാനും, ഏതെങ്കിലും 2 പേരെ കൊണ്ടുപോകാൻ വിട്ടുപോയി കഴിഞ്ഞാലും മാം അവരെ മാത്രം കൊണ്ടുപോയിട്ടും അങ്ങനെ എല്ലാ കാര്യങ്ങളും എനിക്ക് തോന്നുന്നു ഇതുവരെ ഒരു എക്സ്പീരിയൻസ് അങ്ങനെ ജീവിതത്തിൽ ഉണ്ടായിട്ടേ ഇല്ല. ഒരുപാട് അമ്പലങ്ങളിൽ പോകുമ്പോൾ നമ്മൾ വെറുതെ ആ മൂർത്തിയെ തൊഴും, എന്താണ് അവിടെ കൃഷ്ണൻ അല്ലെങ്കിൽ ഇവിടെ മഹാദേവൻ, അത്രയേ ഉള്ളൂ, കുറേ നാമം ചെല്ലുന്നല്ലാതെ അറിഞ്ഞു തൊഴുക എന്നുള്ളൊരിത് ഈ മോക്ഷ ഗ്രൂപ്പിനോട് ചേർന്നതിന് ശേഷം നമുക്ക് ഭഗവത് അനുഭവ സഞ്ചാരം എന്നുള്ള അവരുടെ ആ ഒരു അങ്ങനത്തെ ഒരു ഇതിലാണ് മാം പോകുന്നത്. നമ്മൾ ഭഗവാനെ അനുഭവിച്ചുകൊണ്ട് സഞ്ചരിക്കുക. അത് വളരെ അക്ഷരാർത്ഥത്തിൽ വളരെ ശരിയാണെന്ന് മനസ്സിലായത് മോജി മാമിൻ്റെ കൂടെ പോയതിന് ശേഷമാണ്. അതിനുശേഷം വേറെ നമുക്കൊരു ദിവസം മാത്രം ഇതിന് ശാസ്താക്ഷേത്രങ്ങളിൽ പോയിട്ടുണ്ടായിരുന്നു. കൊല്ലത്തുള്ളത് കൊളുത്തുപുഴ, ആര്യങ്കാവ്, അച്ചൻകോവിൽ, അതൊക്കെ അവിടെ ചെല്ലുമ്പോഴാണ് നമ്മളിത് പേര് കേട്ടിട്ടുണ്ടെന്നല്ലാതെ ഓരോ സ്ഥലത്തും ചെല്ലുമ്പോഴാണ് എന്താ അതിൻ്റെ ഐതിഹ്യം എന്ന് നമുക്ക് മനസ്സിലാവുന്നത് അവിടെ ചെന്നപ്പോഴാണ്. അതേപോലെ അത് കഴിഞ്ഞിട്ട് കൊട്ടിയൂർ യാത്ര, കൊട്ടിയൂർ ഇതിന് മുൻപ് പോയിട്ടുണ്ടെങ്കിൽ പോലും മാമിൻ്റെ കൂടെ പോകണം എന്നുള്ളൊരു നിർബന്ധമുള്ളത് കൊണ്ട് മാത്രം നമ്മൾ കൊട്ടിയൂർ യാത്ര ഇപ്പം നടത്തി വന്നേ ഉള്ളൂ. ജൂൺ 29 തുടങ്ങി ജൂലൈ 3 വരെയാണ്. അത് നമുക്ക് പറഞ്ഞറിയിപ്പിക്കാൻ പറ്റാത്തത്ര അനുഭവമായിരുന്നു.
ഉണ്ടായിരുന്നു. നമ്മൾ ഒന്നല്ല 2 പ്രാവശ്യം പോയിട്ട് അവിടുത്തെ ഒഴിപ്പിക്കുകയാണെങ്കിൽ അവിടുത്തെ ഓരോ ആചാരങ്ങൾക്കും സാക്ഷിയാവാൻ മാത്രം അതുപോലും മാം നമുക്ക് വിട്ടുതരാം. എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമ്മൾ വിധിയാവണ്ണം തൊഴിപ്പിക്കുക എന്നുള്ളത് ഈ ഗ്രൂപ്പിൻ്റെ ഒരു പ്രത്യേകതയാണ്. എവിടെ പോവുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ തൊഴണം, മൂർത്തി ഏത് വിധത്തിൽ, അവിടുത്തെ ഐതിഹ്യം എന്താ, ഇതെല്ലാം പറഞ്ഞിട്ട് നമുക്ക് വിധിയാവണ്ണം തൊഴിപ്പിക്കുന്ന ഒരേ ഒരു ഗ്രൂപ്പ് എന്ന് തന്നെ ഞാൻ പറയാം. എൻ്റെ അനുഭവത്തിൽ എനിക്ക് ഈ മോക്ഷ ഗ്രൂപ്പിൽ തന്നെ എനിക്ക് ഇത് ഉണ്ടായിട്ടുള്ളൂ. നമുക്ക് തന്നെ അത്ഭുതപ്പെടുകയാണ്. ഇപ്പം നമ്മൾ അത് കഴിഞ്ഞിപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് പുരി ജഗന്നാഥിൽ വന്നിരിക്കുന്നത്. ജഗന്നാഥനെ കുറിച്ച് തന്നെ നമുക്ക് മനസ്സിനകത്തുണ്ടായിരുന്നു കാണണം എന്നല്ലാതെ നമ്മൾ ആഗ്രഹിക്കുകയാണെങ്കിൽ മാം പറയണത് നമ്മൾ ഭഗവാൻ വിചാരിച്ചാൽ മാത്രമേ നമുക്ക് അവിടെ എത്താൻ പറ്റൂ എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് എൻ്റെ വൃന്ദാവന യാത്ര. അതേപോലെ ശാസ്താക്ഷേത്രം മനസ്സിലുണ്ടായിരുന്നു. ഈ 3 അമ്പലങ്ങൾ ഒരുമിച്ച് തൊഴുന്നത് വളരെ വിശേഷമാണെന്ന്. അതുപോലെ കൊട്ടിയൂരിൽ പോവാത്ത ഒരുപാട് അമ്പലങ്ങളിലേക്ക് നമുക്ക് പോകാൻ പറ്റി. ഒരു ഐതിഹ്യം അറിയാതെയാണ് ഞങ്ങൾ പോയി തൊഴുതത് 2023. അത് കഴിഞ്ഞ് അതിൻ്റെ എല്ലാം അറിഞ്ഞ് തൊഴുത് കഴിഞ്ഞപ്പോൾ അതൊരു വേറെ ഒരു ഫീലിംഗ് ആയിരുന്നു. എവിടെ പോയാലും നമുക്കുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ല അക്കോമഡേഷനാണ്, വളരെ ഹൈജീനിക്കായിട്ട് ഭക്ഷണമാണെങ്കിൽ പറയാതിരിക്കാൻ നമുക്ക് പറ്റില്ല. അത്രയ്ക്ക് നല്ല ഭക്ഷണമാണ്. പിന്നെ ഇൻഡിവിജ്വൽ കെയർ എന്നുള്ളത് പറയാതിരിക്കാം. ഓരോരുത്തരും മാമിനെ എപ്പോഴും നമ്മൾ ചിരിച്ച മുഖത്തോടുകൂടി മാത്രമേ കാണാറുള്ളൂ. എത്രയൊക്കെ ടെൻഷൻ നമുക്കുണ്ടെങ്കിലും നമുക്കിത് പറ്റുമോ എന്നൊക്കെ തോന്നുമെങ്കിലും മാം എല്ലാവരെയും നമ്മൾ മാക്സിമം തൊഴിപ്പിക്കാനായിട്ടും എത്ര ബുദ്ധിമുട്ടുള്ളവരാണെങ്കിലും ഒപ്പം കൂടെ നിന്ന് നമ്മളെ സഹായിക്കാനുമുള്ള ആൾക്കാരുമുണ്ട് കൂടെ. അത് തന്നെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വൃന്ദാവനത്തിൽ പോയപ്പോൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ആദി കേദാർ ആൻഡ് ആദി ബദരി നമുക്ക് പോകാൻ പറ്റുന്ന. കാരണം ഞങ്ങൾക്കൊക്കെ ശരിക്കുള്ള ബദരി കേദാർ പോകാൻ ബുദ്ധിമുട്ടുള്ള കൂട്ടത്തിലാണ്. പക്ഷേ ഇത് രാജസ്ഥാൻ സ്റ്റേറ്റിലേക്ക് നമ്മളെ അവിടുന്ന് കൊണ്ടുപോയിട്ട് അത് എൻ്റെ അറിവിനകത്ത് വേറെ ഒരു ഗ്രൂപ്പും കൊണ്ടുപോകുന്നതല്ല. അത് ഈ മോക്ഷ ഗ്രൂപ്പിന് മാത്രമുള്ളതാണ് എൻ്റെ അറിവ്. അവിടെയൊക്കെ പോയപ്പോൾ ഞങ്ങൾക്ക് എന്തൊരു പ്രതീതി, ബദരി പോയ പോലെ അല്ലെങ്കിൽ കേദാർ പോയൊരു പ്രതീതിയായിരുന്നു ശരിക്കും. അതേപോലെ ഇപ്പോൾ പുരി ജഗന്നാഥിൽ വന്നു കഴിഞ്ഞപ്പോൾ ഭഗവാന്റെ കണ്ണുകൾ അതൊക്കെ നമുക്ക് അറിയുള്ളൂ ശരിക്കും. ഇത് എന്താണെന്നോ എങ്ങനെ ഇത് ഉണ്ടായി എന്നോ ഈ ഭഗവാൻ ഇത് സുഭദ്രാദേവിയും ബലഭദ്രസ്വാമിയും നമ്മൾ ജഗന്നാഥനും കയ്യും കാലും ഒക്കെ ഇല്ലാത്ത രൂപം, അത് എത്ര കേട്ടാലും മാഡത്തിന് എത്ര പറഞ്ഞു തന്നാലും അതിന് മുഴുവൻ ചരിത്രം അറിയാവുന്ന ഒരു വ്യക്തി എന്ന് തന്നെ ഞാൻ പറയാം. കാരണം നമുക്ക് വേറെ എവിടുന്ന് ഇത്രയും നല്ല അറിവ് കിട്ടുമെന്ന് തോന്നുന്നില്ല. അത്രയ്ക്ക് വ്യക്തമായിട്ട് നമുക്ക് ഓരോ കാര്യങ്ങളും ക്ഷമയോടുകൂടി എന്ത് സംശയമുണ്ടെങ്കിലും ചോദിച്ച് കഴിഞ്ഞാൽ നമുക്കതിന് ഉത്തരവുണ്ട്. അതേപോലെ നമ്മുടെ ഈ ഗ്രൂപ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മാമിൻ്റെ മോക്ഷ ഗ്രൂപ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ രാവിലെ ഒരു സത്സംഗോട് കൂടിയേ തുടങ്ങുകയുള്ളൂ. ഇത് ആ സത്സംഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ നെഗറ്റീവ് എനർജി മുഴുവൻ കളഞ്ഞ് പോസിറ്റീവ് എനർജിയിലേക്ക് നമുക്ക് മനസ്സിനകത്ത് പല പ്രയാസങ്ങളും ടെൻഷനും ഒക്കെ ഉണ്ടെങ്കിലും നമുക്ക് അതിൽ നിന്നെല്ലാം മാറി നമ്മളൊരു പുതിയ വ്യക്തിയായിട്ട് മാറുകയാണ് മാഡത്തിൻ്റെ സത്സംഗം കഴിയുമ്പോഴേക്കും. ഇപ്പം നമുക്ക് കൊട്ടിയൂരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ദീപം വെച്ചിട്ടായിരുന്നു. അപ്പോഴാണ് അറിയുന്ന ആ ഒരു ദീപത്തിനകത്ത് മഹാദേവൻ്റെ ചൈതന്യം, വിഷ്ണുവിൻ്റെ ചൈതന്യം, ഏറ്റവും മുകളിൽ ദേവി ചൈതന്യം, അതൊക്കെ ആ കൊട്ടിയൂർ യാത്രയിലാണ് മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പോൾ അത് പോയില്ലായിരുന്നെങ്കിൽ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമാവുമായിരുന്നു. അതേപോലെ ഈ പുരി ജഗന്നാഥനും. കാരണം ഇത്രമാത്രം വിശദീകരിച്ച് പറഞ്ഞു തരുന്ന വേറെ ഒരു ഗ്രൂപ്പിനെയും പറയുന്നില്ല. മോക്ഷ ഗ്രൂപ്പിനെ പോലെ ഇത്രയും നന്നായിട്ട് പറയുന്നത് ആരും ഉണ്ടാവില്ല. പിന്നെ നമുക്ക് മാഡത്തിൻ്റെ ഒരു സിംപ്ലിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരോടും ഒരേപോലെ എപ്പോഴും ചിരിച്ചുകൊണ്ട്, ഒപ്പം മാഡത്തിൻ്റെ മോക്ഷ ഗ്രൂപ്പിൽ മാഡത്തിൻ്റെ അതിനകത്തുള്ളവരും നമ്മളെ അസിസ്റ്റ് ചെയ്യുന്നവരും എല്ലാം അതെ വളരെ വളരെ നല്ല ആൾക്കാരാണ്. നമുക്ക് വേണ്ട എല്ലാ സഹായങ്ങളും എന്ത് ചോദിച്ചു കഴിഞ്ഞാലും തരാനോ ഇതാവാനോ ഒരു മടിയില്ലാത്തവരാണ് നമ്മളെ കൂടെ നിന്ന് സഹായിക്കുന്നവർ. ഇത്രയാണ് എൻ്റെ അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇതിനിയും ഒരു അടുത്തുള്ള യാത്രകളിലൊക്കെ മോക്ഷയുടെ കൂടെ തന്നെ പോവുള്ളൂ. പോകണമെന്ന് ആഗ്രഹമുണ്ട്. എല്ലാം നമുക്ക് ഭഗവാൻ അതുപോലെ അനുഗ്രഹിച്ച് തരാണെങ്കിൽ. അപ്പോൾ അതേപോലെ ഇപ്പോൾ ഈ കോണാർക്ക് ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞപ്പോഴും ഇതൊക്കെ ഒരു വലിയ അത്ഭുതമാണ്. അത് ശരിക്കും അത് എങ്ങനെയാണ് ഈ ക്ഷേത്രം ഉണ്ടായതെന്നും എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴാണ് അങ്ങനെ ഒരു ഐതിഹ്യമുണ്ട് എന്നുള്ളത്. ഭാഗവതത്തിൽ നമ്മൾ ഈ സാമ്പനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനൊരു ഇത് ആദ്യമായിട്ട് മാഡത്തിൽ നിന്നാണ് അറിയാൻ സാധിച്ചത്. അങ്ങനെയുള്ള ഈ മോക്ഷ ഗ്രൂപ്പിനും അതിന് ഒപ്പം അത് നയിക്കുന്ന, അത് ലീഡ് ചെയ്യുന്നതും മാഡത്തിൻ്റെ ഹസ്ബൻഡ്, അവിടെ ആരൊക്കെ ഉണ്ടോ ആ മോക്ഷ ഗ്രൂപ്പിൽ അവരുടെ എല്ലാം ശരിക്കുമുള്ള വളരെ പ്രയത്നിച്ചിട്ടാണെന്നുണ്ടെങ്കിലും അവരുടെ ആ ഒരു നമ്മളിങ്ങനെ കൊണ്ടുപോകണം, എങ്ങനെ ചെയ്യണം ഇതെന്നുള്ളത് വളരെ നന്നായിട്ട് ചെയ്യുന്ന ആ മോക്ഷ ഗ്രൂപ്പിനെ എന്നും ഇത് തുടർന്ന് നിലർത്തി കൊണ്ടുപോകാനായിട്ട് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മോക്ഷ, ജേർണി ടു ദ സെൽഫ്.